ഇപ്പൊ എല്ലാ പടങ്ങളും നമുക്ക് എമ്പുരാൻ പോലെ എടുക്കാൻ പറ്റില്ല അല്ലേ? ആര് പറഞ്ഞതൊക്കെ? ആര് വന്നു? എവിടെ വന്നു? അതൊക്കെ നിങ്ങൾ ഇറക്കി വിടുന്ന ഒരു ന്യൂസ് അല്ലേ? ആയിരിക്കും ഇഷ്ടം ചിലർക്ക് ആക്ഷൻ പടങ്ങൾ, ചിലർക്ക് ഫീൽ ഗുഡ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഇമോഷൻസ് ആയിരിക്കും, ലവ് ട്രാക്ക് ആയിരിക്കും ഇഷ്ടം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമായിരിക്കും അത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ വന്നിട്ട് എനിക്ക് തോന്നുന്നു യൂത്തിന്റെ ഒക്കെ ഒരു കാഴ്ചപ്പാട് ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കുറച്ച് എനിക്ക് തോന്നുന്നു ഭയങ്കര ഭീകര മേക്കിങ്ങും എന്താ പറയുക ബാഹുബലി സ്റ്റൈലും നമ്മുടെ പാൻ ഇന്ത്യൻ സ്റ്റൈലും പിന്നെ പറയുക ഹോളിവുഡ് ടൈപ്പ് ഓഫ് സിനിമകളും കൊറിയൻ ടൈപ്പ് ഓഫ് സിനിമകളും അങ്ങനെയൊക്കെ കണ്ട് ഇപ്പോൾ ഒരുപാട് വളർന്നു. അപ്പം മനുഷ്യരും അങ്ങനെ ഒരു ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മലയാളം പടങ്ങൾ ഇപ്പം എല്ലാ പടങ്ങളും നമുക്ക് എമ്പുരാൻ പോലെ എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ബാഹുബലി പോലെ എടുക്കാനുള്ള ബഡ്ജറ്റ് ഉണ്ടാവണമെന്നില്ല. ശരിയല്ലേ? അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിനെയും കൂടെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് പ്രേക്ഷകർ കൂടെ ഉണ്ടായാൽ മാത്രമാണ് ഇതെല്ലാം വർക്കാവുള്ളൂ. ആര് പറഞ്ഞതൊക്കെ? ആര് വന്നു? എവിടെ വന്നു? അതൊക്കെ നിങ്ങൾ ഇറക്കി വിടുന്ന ഒരു ന്യൂസ് അല്ലേ? ഒന്നും വന്നിട്ടില്ല. കാര്യങ്ങൾ ചെയ്യുന്ന തെറ്റാന്ന് തൊട്ട് ആരും വന്നിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. അതൊക്കെ ഓരോരുത്തരും മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങനെ ആക്കി മീഡിയാസ് ഓരോ ഹെഡിങ് കൊടുത്ത് ഇറക്കി വിടുന്നു. അങ്ങനൊന്നും ആരും പറയല്ല. മലയാളം അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ആഗ്രഹിക്കുന്ന സിനിമയാണ് അത് എമ്പുരാനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് സൂചന പണിമുടക്ക് അവർ നേരത്തെ തൊട്ട് ഇങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരിക്കും. എമ്പുരാൻ ഇറങ്ങാൻ പോകുന്ന ദിവസമൊന്നും അല്ലല്ലോ സൂചന പണിമുടക്ക് വെക്കാൻ പോകുന്നത്. അതൊക്കെ ചുമ്മാ ഫേക്ക് ന്യൂസാണ്. അതിനെയൊന്നും ഒരിക്കലും മലയാളം ഇൻഡസ്ട്രി ആ സിനിമയൊക്കെ നമ്മളെയൊക്കെ നെറുകയിലെത്തിക്കാൻ പോകുന്ന നമുക്കൊക്കെ വളരെ അഭിമാനമാകാൻ പോകുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിനൊക്കെ എഗനിസ്റ്റ് ആയിട്ട് ഒന്നും ആരും ഇതൊക്കെ നിങ്ങൾ ചുമ്മാ മാധ്യമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഉണ്ടാക്കുന്ന ന്യൂസായിട്ട്